അവരെന്തോ സോ വാരണം എന്ന് പറയുന്നുണ്ട്. നമുക്കപ്പോൾ കുറച്ച് സോ വാരാം. നമ്മളിന്ന് പറയുന്നത് രേണുസുധിയുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. രേണുവിൻ്റെ പുതിയ ഒരു സിനിമ റിലീസാകാൻ പോകണം, അല്ല സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ പൂജയ്ക്ക് പ്രിയങ്കരിയായ രേണു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണുവിനോട് കോൺട്രവേഴ്സികളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും രേണു പറയുന്ന മറുപടികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കോൺട്രവേഴ്സികൾ കൊടുമ്പിരി കൊണ്ടു നിന്ന സമയത്ത് രേണുവിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവുമില്ലാതെ വാമൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവദൂതൻ ഇറങ്ങി വന്നതുപോലെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പ്രമോഷനോ പൂജവെപ്പോ എന്തോ വന്നു. അവിടെ രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്കതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എനിക്ക് നാക്കിലൊരു ചെറിയ മുറിവായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് 2 ദിവസം എന്നെ കാണാതിരുന്നത്. അപ്പോൾ വാക്കുകളിൽ എന്തെങ്കിലും അക്ഷരസ്ഫുടത ഇല്ലായ്മ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമുക്കാദ്യം രേണുവിൻ്റെ കാര്യങ്ങൾ കേൾക്കാം. നിക്കറിടാറില്ലേന്നോ? ഇതൊക്കെയാണോ ചോദിക്കുന്നേ? ഇനി വേറെന്തൊക്കെ നിനക്ക് അറിയണോ? ഇത് രേണു ഇപ്പം നിക്കറിടാറില്ലേന്ന് ലവ ഉദ്ദേശിച്ച് മറ്റേ നിക്കർ വിധവ എന്നുള്ള പേരാണ്. എന്നാലും ചോദ്യത്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ അന്യ? അവനൊക്കെ എന്തൊരു മര്യാദ. നമുക്കിനി ശരിക്കും രേണു ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ സാധനം കേൾക്കാം. ചാറ്റ് ആരാണ് പുറത്തു വിട്ടത്? എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി AI വെച്ച് ചെയ്താണ് ഞാനത് എൻ്റെ ദൈവമേ, AI-യുടെ ഒരു ഉന്നമനത്തെ തുടർന്ന്, AI-യുടെ ഒരു വരവിനെ തുടർന്ന് എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതെടുത്ത് AI-ക്ക് ക്രെഡിറ്റ് കൊടുക്കും. AI ആകുമ്പോൾ തിരിച്ച് തന്തയ്ക്ക് വിളിക്കത്തില്ലല്ലോ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും AI-ക്ക്. ഇടയ്ക്കൊരു നാൾ ഇതുപോലെ ആയിരുന്നു. ഒരുത്തൻ ഏതൊരു ഫേബ്രിക്കേറ്റഡ് തെളിവുകൾക്കും എന്നെ തടയാൻ പറ്റില്ല എന്നായിരുന്നു. ഇപ്പം രേണു പറയുന്നത് അത് AI ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ ശരിക്കും ചെയ്തതാണോ എന്ന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് കേട്ടോ. രേണു എല്ലാം മറക്കുകയാണ്. മറ്റേ ഗജനിക്കകത്തെ സൂര്യപ്പോലെ രേണു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പലതും എഴുതി വെച്ചേക്കാണ് ഓർത്തിരിക്കാനായിട്ടുള്ളത്. സ്വന്തം ഭർത്താവിൻ്റെ പേര് വരെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ മാത്രമേ രേണുവിന് ഓർമ്മയുള്ളൂ. രേണുവിന് ഫുൾ ഓർമ്മയില്ലാത്ത ഓർമ്മപ്പശകിൻ്റെ ആളാണ് രേണു. സ്വന്തം ഭർത്താവിൻ്റെ മരണദിവസം ഓർമ്മയില്ല, സ്വന്തം പിള്ളേരുടെ ജനന ദിവസം ഓർമ്മയില്ല, സ്വന്തമായിട്ട് ചെയ്ത ചാറ്റ് ഓർമ്മയില്ല. ഒരുപാട് പേരോട് ചാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. എന്തായാലും രേണുവിന് ഓർമ്മയില്ല. അത് ഒന്നെങ്കിൽ AI ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ ചെറിയൊരു സംശയമുണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ തന്നെ ആവാം കേട്ടോ. പക്ഷേ സമ്മതിക്കാൻ പറ്റൂല. ബാക്കി പറ. ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടു പറഞ്ഞ പ്ലീസ് കോണ്ടാക്ട്. ഇനിയിപ്പോ ചാറ്റാണോ ഇനി AI വെച്ച് ചെയ്താണ് ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടു പറഞ്ഞ പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ? നിങ്ങൾക്ക് ഫോർ പ്രൊമോഷൻ അല്ലായിരുന്നല്ലോ അത്. ഡയറക്റ്റ് മീറ്റിന് എങ്ങനെയാ? അങ്ങനെ ഡയറക്റ്റ് മീറ്റിന് എങ്ങനെയാ സെറ്റപ്പ്? എങ്ങനെയാ? കോണ്ടാക്ട് മൈ മാനേജറെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനേജർ ഡയറക്റ്റ് മീറ്റിനുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്ത് തരും എന്നുള്ള രീതിയിലാണ് രേണുവിൻ്റെ ചാറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ആ ചാറ്റ് ഒറിജിനൽ ആണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റൂല. കാരണം അതിൻ്റെ സോഴ്സ് നമുക്കറിയില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ AI ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ രേണുവിൻ്റെ സംസാരത്തിൽ നിന്നും അത് രേണു വാണ്ടഡ് ആയിട്ട് വന്നിട്ട് അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത് പോലെയാണ് ഇതെനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എല്ലാ സെലിബ്രിറ്റിയും പറയുന്നേ, അതുകൊണ്ട് പിന്നെ ഞാനും പറഞ്ഞതാണ്. ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. കേരളം അറിയപ്പെടുന്ന ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള എന്നെ കണ്ടിട്ട് മനസ്സിലുള്ള ജാളത്തിൻ്റെ ആ സാധനമാണ് രേണു ഇവിടെ അവതരിപ്പിക്കുന്ന പുതിയ നാടകം. അപ്പോൾ രേണു ഇത് എല്ലാവരോടും പറയുന്നതാണ് പ്രൊമോഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് ഞാൻ ഒരു കോഫി കുടിക്കാനായിട്ടാണ് പറഞ്ഞത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഗൗരി മാത്യു എന്ന് പറയുന്ന ഗൗരി, അങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ പേര് ഓർമ്മയില്ല. അവർ ഇമാതിരി കുൽസിത വീഡിയോകളിലൊക്കെ അഭിനയിക്കുന്ന കുൽസിത സാധനങ്ങൾ പുറത്ത് വിടുന്ന ഒരു ടീമാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കണമെങ്കിൽ 30,000 rupees നിങ്ങൾ പേ ചെയ്യണം. അപ്പോൾ വന്ന് എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ രേണു ഒരു കോഫി കുടിക്കാൻ വരെ രേണുവിൻ്റെ മാനേജറെ വിളിച്ച് മാനേജർ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ആ അപ്പോയിൻമെൻറ്റ് ബുക്ക് എടുത്തുകൊണ്ട് രേണുവിൻ്റെ അടുത്ത് വന്ന് രേണു അപ്പോൾ ഇവരുടെ കോഫി കുടിക്കാൻ പോയിട്ട് കോഫിയുടെ പൈസ ഇവർ നമ്മൾ കാണാൻ പോകുന്ന ആൾ കൊടുക്കണം, രേണുവിനെ കാണുന്നതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം, രേണുവിൻ്റെ വരുന്ന വണ്ടിക്കൂലി കൊടുക്കണം. എന്തൊരു കടിയത്! ആരോടെ ഇത്രയും മെനക്കെട്ട് രേണുവിനെ കാണാതിരിക്കുന്നത്? ബാക്കി പറയേ. എന്നെ സമീപം തന്നെ നിങ്ങൾ കണ്ടില്ല എൻ്റെ ഒരു ചാറ്റ് പുറത്തു വിട്ടുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇപ്പം ഇതിനകത്ത് എന്താണ് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജറിനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കതാ പറയാൻ പറ്റുന്നത്.
ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് എനിക്ക് അത്ര പറയാൻ പറ്റത്തുള്ളൂ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് ചാറ്റ് ടു മൈ ഇൻസ്റ്റാഗ്രാം. ഞാൻ സെലിബ്രിറ്റിയും അല്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. പക്ഷേ രേണുവിനെ പോലുള്ള സെലിബ്രിറ്റികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആദ്യം മാനേജറെ നിങ്ങൾ കയ്യിലെടുക്കണം. മാനേജറെ കയ്യിലെടുത്തിട്ടേ സെലിബ്രിറ്റിയിലോട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയാ ചേച്ചി ഞങ്ങളുടെ ഡ്രൈവിന് വരും. ഓക്കെ, ഡ്രൈവിന് പോവാം. 3 ഓപ്ഷൻസ് ആണുള്ളത്. മറ്റേ ജിയോ ഒക്കെ പ്ലാൻസ് കൊടുക്കുന്നതിൽ 3 പ്ലാനാണ്. ഡയറക്റ്റ് മീറ്റ് ചെയ്യണോ, കോഫി കുടിക്കണോ, ഡ്രൈവിന് പോകണോ, വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കുറേ ഓപ്ഷൻസ്, കുറേ പ്ലാനുകളാണുള്ളത്. അപ്പോൾ രേണുവിനെ ചുമ്മാ ദൂരത്തു നിന്നൊന്ന് കണ്ട് കൈ പൊക്കി കാണിക്കുന്നതിന് 20,000 രൂപ, രേണുവിൻ്റെ കാപ്പ് കുടിക്കുന്നതിന് 45,000 രൂപ, രേണുവിന് ചെരുപ്പ് മേടിച്ച് കൊടുക്കുന്നതിന് 30,000 രൂപ. ഇങ്ങനെ പല പല പ്ലാനുകളുണ്ട്. പ്ലാനുകൾ അറിയണമെങ്കിൽ രേണുവിന് പോലും അറിയില്ല. മാനേജറാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. കരിഷ്മ ആണ് മാനേജറെ കുറിച്ചിട്ടൊക്കെ കുറേ കഥകൾ വന്നായിരുന്നു കേട്ടോ. സെലിബ്രിറ്റി പ്ലീസ് കോൺടാക്ട് മാനേജർ. അതിനകത്ത് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. അതിനകത്ത് ലൈംഗിക ചൊവ്വയൊന്നുമില്ല. രേണുവിൻ്റെ പാദങ്ങൾ ഫോട്ടോ സബ്സ്ക്രിപ്ഷൻ വന്നപ്പോൾ ലിയമ വന്നിട്ട് 3 ഉമ്മ അങ്ങോട്ട്, ഹൃദയം ഇങ്ങോട്ട്, എന്നിട്ട് ചോദിക്കുന്നു, എടോ മീറ്റിന് എത്രയെന്ന് പറഞ്ഞില്ല, റേറ്റ് ഉറപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് യാതൊരു ചൊവയുമില്ല, എല്ലാം മധുരം മാത്രമേ ഉള്ളൂ. അതാണ് ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അടിച്ചു താഴ്ത്തുന്നതാണ്. എന്തായാലും ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നിങ്ങളുടെ നെഗറ്റീവുകൾ എനിക്ക് പൂച്ചണ്ടകളാണ്, നെഗറ്റീവ് ഞാൻ ആവാഹിക്കുന്നു, ആസ്വദിക്കുന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഷെഫീന ബീവിയായിട്ട് ഇടയ്ക്ക് പുള്ളിക്കാരി കുറേ ചാറ്റും പെടുക്കാണ്ടിയൊക്കെ വെളിയിലിട്ടപ്പോഴത്തേനും മൂർഖനൊന്നും പറയാൻ പറ്റത്തില്ല, നീർക്കോലിയുടെ 10 വിടർത്തി. ബോഡി ഷേമിങ് ചെയ്തതല്ല, വിഷത്തിൻ്റെ പേര് പറഞ്ഞാണ്. നമുക്ക് ബാക്കിയേക്കാം. രേണുവിനെ വെടി എന്ന് കമൻറ്റ് ബോക്സിൽ അതിസംബോധന ചെയ്യുന്നു. രേണുവിനെ മൈ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രേണു തിരിച്ച് മൈ വെച്ച് പറയും. രേണുവിനെ ഒരാൾ വെടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനെ തിരിച്ച് വെടൻ എന്ന് വിളിക്കണം. അവൻ വെടനായതുകൊണ്ടാണല്ലോ രേണു കണ്ടാ തിരിച്ചറിയൂ എന്നൊക്കെ ഒരു ചൊല്ലില്ലേ, മറ്റൊരു കണ്ടാൽ തിരിച്ചറിയും, അതുപോലെ തിരിച്ചു പറയണം. ഇവരെ ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അധിക്ഷേപിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത് അങ്ങനെ നമ്മളിപ്പോൾ എന്തൊരു പറയും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ഉള്ളേ പോകും. ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഒരു പാർട്ട് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുന്നു. ബാക്കിയൊക്കെ രേണുവിൻ്റെ മനസ്സ് കരിങ്കല്ലായി. എല്ലാവരും പറയുന്നു കരിങ്കല്ലാണ് രേണുവിൻ്റെ ഹൃദയം എന്ന്. അതായെന്നാണ് രേണു പറയുന്നത്. വളരെ അർത്ഥവത്തായ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച വരികളാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. രേണുവിൻ്റെ ഹൃദയം പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞ് കരിങ്കല്ലായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൂട്ടനാടിൻ്റെ ചോരയെക്കാട്ടിലും സ്ട്രോങ് ആണ് രേണുവിൻ്റെ ഹൃദയം. അതുകൊണ്ട് നിങ്ങൾ വാ പറഞ്ഞാലും ഒരു പ്രശ്നമില്ല പുള്ളിക്കാരിക്ക്. ഞാൻ പിൻ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അർത്ഥം അറിയാതെയാണോ രേണു പിടിച്ച് പിൻ ചെയ്തിടുന്നേ? കൊള്ളാം. നമ്മളെല്ലാവരും പിൻ ചെയ്തിടാറുണ്ട്. പിൻ ചെയ്തിടുന്നത് 2 തരം കമൻറ്റുകൾ നമ്മൾ പിൻ ചെയ്യാറുണ്ട്. മൂന്നെണ്ണമുണ്ട്. ഒന്നാമത്തത് ആരെങ്കിലും ചേട്ടാ പിൻ ചെയ്യുമോ, ഫസ്റ്റ് കമൻറ്റ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് പിൻ ചെയ്യും. രണ്ടാമത്തത് നമ്മൾ ഈ പറയുന്ന വിഷയമായിട്ട് റെലവൻ്റ് ആയിട്ട് നാട്ടുകാരിലേക്ക് നമ്മൾ വിട്ടുപോയ ഒരു ആശയം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് നമ്മൾ പിൻ ചെയ്യും. പിന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചവരാതം പറയുകയാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവർ അവരുടെ കമൻറ്റ് പിടിച്ച് പിൻ ചെയ്യും. സോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നിട്ട് ആ ഒരു കമൻറ്റിനെ അറിഞ്ഞാൽ ചീത്ത വിളിച്ചോ. ഇപ്പോൾ രേണുവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളോളം ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവരും രേണുവിനെ ഗാലറി എതിരാ. അതാ പ്രശ്നം. നമുക്ക് ബാക്കിയേക്കാം. ഇൻസ്റ്റയിൽ സബ്സ്ക്രൈബേഴ്സ് ഷെയർ മാർക്കറ്റ് പോലെയാണ്. ഏത് വെച്ചാണ് നീ പോയി കമ്പയർ ചെയ്യുന്നത്? ഇൻസ്റ്റ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് പോലെയാണ്. ഷെയർ മാർക്കറ്റ് ഒരു നീണ്ട രേഖയല്ല. ഇങ്ങനെ പോവും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും കയറുന്നു ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. അത് നല്ല ബാക്കി രേണുവിൻ്റെ മറുപടി എനിക്ക് കേൾക്കണ്ടേ. കയറുന്നു ഇറങ്ങുന്നു 100 ഇറങ്ങിക്കഴിഞ്ഞാൽ 179 കയറും. ഇന്നലെ 2700, ഇന്നലെ 2000, നാളെ 3000. ഇത് ഷെയർ മാർക്കറ്റ് പോലെയാണ്. ഷെയറിൽ വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ രേണു? ചേട്ടൻ 3 പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്ത ആളാണ്. രേണുവിന്റെ
രേണു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. രേണുവിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയെന്ന് പറയാൻ ഒരു ചെറിയ പ്രശ്നമാണ്. ദുബായിലൊക്കെയാണ് രേണു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഒരുപാട് ലൈറ്റർ എന്ന് പറഞ്ഞാൽ വന്ന സമയത്ത് പുള്ളിക്കാരിയുടെ വിചാരം തുണി കഴിഞ്ഞാടുക ആറാടുക ഇതാണ് സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവാണ്. ഇപ്പോഴും വിചാരം അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇത്രയധികം വിമർശനങ്ങൾ വന്നതോടെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഇച്ചിരി ലേശം സെസ്കിയെ കാണിക്കുന്നുള്ളൂ. മുഴുവൻ സെസ്കിയാണ്, ഹോട്ടാണ്, ആ സാധനം ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ കുറച്ച് സെസ്കിയെ വരുന്നുള്ളൂ. അതിപ്പോഴും പലരും എടുത്ത് വെളിയിലിടുന്നുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിൽ വരുന്ന ആളുകൾ എന്തൊരു പുല്ലാണ് ഇതിനകത്ത് കാണാൻ വരുന്നതാണ്. വന്നു കഴിയുമ്പോഴത്തേനും എന്താ ഒന്നുമില്ല, അതുകൊണ്ട് തിരിച്ചിറങ്ങിപ്പോന്നു. അപ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേനും അതിന് ശരീരം വിൽക്കുന്ന തരത്തിലോട്ട് പോകണമെന്നില്ല. അതിനകത്ത് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും സാധനം കൊണ്ടുവരാം. രേണു ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, രേണു ഇതിനകത്തൊരു കോൺട്രവേഴ്സി വിഷയം സംസാരിക്കുക. നമ്മളെല്ലാം എടുത്തിട്ട് അലക്കും. ഈ കോൺട്രവേഴ്സികൾ മൊത്തം സംസാരിക്കുക. നമ്മളെല്ലാം എടുത്തിട്ട് അലക്കും. സബ്സ്ക്രൈബേഴ്സിൻ്റെ പെരുമഴിയായിരിക്കും. പിന്നെ ഇത്രയധികം ശത്രുക്കളുണ്ട്. പക്ഷേ രേണു ആർക്കും ഒരു ശത്രുതയും ആർക്കും വരുത്തി വെക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് എന്തോ കുറച്ച് പിന്നെ പറഞ്ഞ പോലെ രേണു ഒന്ന് വെല്ലുവിളിച്ചതിൻ്റെ പകരം വീട്ടിൽ തോന്നുന്നുണ്ടോ? ആരെയും വെല്ലുവിളിച്ചു അന്ന് ഫേസ്ബുക്ക് പേജ് അടിച്ചു കളയാൻ ധൈര്യമുള്ളവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം രേണുവിൻ്റെ മുഖത്ത് പടച്ചോനെ തൂക്കി ചുവന്ന കരങ്ങളോടെ ആ സാധനമാണ് രേണുവിൻ്റെ മുഖത്ത് നമ്മൾ കാണുന്ന എക്സ്പ്രഷൻ. അപ്പോൾ രേണു ഇടയ്ക്ക് വന്നിട്ട് ചുണയുണ്ടെങ്കിൽ എൻ്റെ പേജ് നീയൊക്കെ ഒന്ന് അടിച്ച് കളയുക ഉണ്ടാക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ രേണുവിൻ്റെ പേജ് അടിച്ചു പോയത് എന്നുള്ള ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ രേണു പറയാൻ പോകുന്ന മറുപടി എനിക്കറിയാം. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, അനക്ക് ഓർമ്മയില്ല എന്നേ പറയത്തുള്ളൂ. കേൾക്കാം. അതുപോലെ ഞാൻ ഓർക്കുന്നില്ല. ഒരു മൂടിനെ പറഞ്ഞു ഇത്ര വലിയ പിടിച്ചാവും ഓർത്തില്ല. ഒരു മൂടിന് പറഞ്ഞതാ, അത്ര വലിയ കുരിശാവെന്ന് ഓർത്തില്ല. സോ വെല്ലുവിളികളാവാം, പക്ഷെ വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് കൂടെ നോക്കിയിട്ട് വേണം വെല്ലുവിളിക്കാൻ. ഞാനിപ്പോഴും രേണുവിൻ്റെ പേജ് ഹാക്ക് ചെയ്തെന്നോ അത് അടിച്ചു മാറ്റിയെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. രേണു തന്നെ കോൺട്രവേഴ്സി മാറ്റാനായിട്ടൊന്ന് ഒരു ചെറിയ പൊടിക്കൈ പരീക്ഷിച്ചാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഒരാൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാണ്ടാവുമ്പോഴത്തേനും ഉണ്ടാകുന്ന വിഷമം നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. സോ അത് തിരിച്ചു വിട്ടട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം. അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാന്, അത് കുറച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ നേരെ രേണുവിൻ്റെ മൂവിയിലേക്ക് വരാം. രേണു അഭിനയിക്കാൻ പോകുന്ന മൂവിയുടെ പേരാണ് അതിശക്തം, അമാനുഷികം, അങ്ങനെ എന്താണ്ട് ഒരു പടമാണ്. അമാനുഷികമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളെ കൊലപ്പുള്ളി ലീല അഭിനയിക്കുന്നുണ്ട്. അവരെ കണ്ടുടനെ രേണു എൻ്റെ പൊന്നി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കാലയിലോട്ട് അങ്ങ് സാഷ്ടാംഗം വീണു പ്രണമിച്ചു. രേണു ആദ്യം ആരെയൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ടോ, ആരുടെയൊക്കെ കാല വീണിട്ടുണ്ടോ, അവരെയൊക്കെ കാല വരും നിലത്തടിച്ച ചരിത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ ചേച്ചിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ചേച്ചി രേണുവിനെ കുറിച്ച് വനോളം പൊക്കി പറയുന്നുണ്ട്. നമുക്ക് പൊക്കി പറയുന്നത് കേൾക്കാം. രേണുസുതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണുസുതിയെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല. അതാ ഏറ്റവും നല്ലത്. ഒരു അഭിപ്രായം ഉണ്ടോ ഒന്നും പറയണ്ട. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് കൊടുക്കും, നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ സിംഗാമണ്ടികൾ എടുത്തിട്ട് കൊടുക്കും. അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും രണ്ടെണ്ണം പറയാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. അവൾ കുട്ടികളെ വളർത്തണം, അതിനവൾ കലാഫീൽഡ് ഇറങ്ങി. ഞാൻ കലാഫീൽഡോ? കുട്ടികളെ വളർത്താൻ കലാഫീൽഡിൽ ഇറങ്ങിയതാണെന്നാണോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? ഇപ്പോഴും ഏത് കലയെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി പിള്ളേരെ വളർത്താൻ കലാഫീൽഡിൽ ഇറങ്ങി. എന്നിട്ട് പിള്ളേരിപ്പോൾ എവിടെ? അതാണ് ചോദ്യം. പിള്ളേരെ വളർത്താൻ കലാഫീൽഡിൽ ഇറങ്ങിയിട്ട് പിള്ളേരിപ്പോൾ നന്നായിട്ട് വളരുന്നു. ഇളയെ വെച്ച് ഫുൾ ടൈം ഫോണിൽ ചോണ്ടിക്കൊണ്ടിരിക്കുന്നു. മൂത്ത വെച്ച് അമ്മയോട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ച് കണ്ടംപടി ഇറങ്ങി ഓടിയിരിക്കുന്നു. പക്ഷേ രണ്ട് പിള്ളേരെ വളർത്താനായിട്ട് വിധവയായിട്ടുള്ള സ്ത്രീ കലാരംഗത്തേക്ക് ഇറങ്ങി. എന്തൊരു കലയാണെന്നുള്ളത് ചോദിക്കരുത്, അതിന് ഉത്തരവില്ല. ഈ യൂട്യൂബും കാര്യങ്ങളും മൊത്തം ഒന്നും കാണാറില്ല. പലതും പറയുന്നുണ്ട്. എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ കേൾക്കാറുമില്ല. ഞാൻ അവളോട് ഇപ്പൊ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, സുധീനെ എനിക്കറിയാം, ആ കാലം തൊട്ട് എനിക്ക് നിന്നെ അറിയാൻ എനിക്ക്. അവിടെ സുധീൻ്റെ പേരിലാണ് രേണുവിനെ അനലൈസ് ചെയ്തിരിക്കുന്നത്. സുധി വേറെ, രേണു വേറെ. വേറെ എന്ന് പറയുമ്പോൾ ഇവര് സുധിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, രേണുവിന് പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സുധിയെ തൂക്കി വിറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ സുധിയുടെ ബ്രാൻഡിലാണ് രേണു ഇപ്പോൾ ഇവിടെയും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി പറ. അവള് പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ അവൾക്ക് അവളെ കുട്ടികളെ പോറ്റണം. സുധി മരിച്ചതും പറഞ്ഞാൽ ആര് കൊടുക്കും പൈസ? അത് ശരി, ഇനി നമ്മളുള്ള പൈസ കൂടെ കൊടുക്കണോ? പൈസ കൊടുത്തിട്ടുണ്ട്. 189 റുപ്പീസ് പൈസ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. കോരി രേണുവിന് കൊടുക്കുന്നുണ്ട്. 49 രൂപ മുതൽ കൊടുത്തവരെ എനിക്കറിയാം. ഇപ്പം രേണുവിന് നമ്മൾ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. ചുമ്മാ നമ്മളങ്ങനെ നമ്മൾ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പുച്ഛിക്കാൻ പാടില്ല കേട്ടോ. അവൾക്ക് കഴിയുന്നത് പോലെ അവൾ കലാഫീൽഡ് ഇറങ്ങി അവൾ വർക്ക് ചെയ്യണോ, അവളെ കുട്ടികളെ പോറ്റണം. ആ കുട്ടികളൊന്നിന് മാത്രം ആവട്ടെ, അതിനുശേഷം പിന്നെ തീരുമാനിക്കാം അവൾ ഇറങ്ങണം. അതെ, കുട്ടികൾ ഒരു നല്ല നിലയ്ക്കാവട്ടെ. നല്ല നിലയ്ക്കാകുമ്പോൾ കുട്ടികൾ ചെവുക്കല്ലുറം കൊടുത്ത് വീട്ടിൽ ഇരുത്തും. അമ്മേ ഇതാണ്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അമ്മയുടെ മറ്റേ
കണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിള്ളേർ പെടലിക്കടിയും കൊടുത്തിട്ട് അമ്മേനെ വീട്ടിൽ എത്തും. അപ്പോൾ ചേച്ചി കുളപ്പള്ളിയിൽ ചേച്ചി അറിയേണ്ട കാര്യം ആദ്യം ഇത് നോക്കുക, രേണു എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്ന്. എന്നിട്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോ, യാതൊരു പ്രശ്നമില്ല. സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി കേൾക്കാം. നമുക്കൊരാളെ കുറ്റം പറയാൻ എളുപ്പം കഴിയും. ഒരാൾ എങ്ങനെ ജീവിക്കണോ, കുട്ടികളെ എങ്ങനെ പോറ്റണോ എന്ന്. കുട്ടികളെ എങ്ങനെ പോറ്റുന്നേ പറയും. കുട്ടികളെ രേണു എങ്ങനെ പോറ്റുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. ഈ സബ്സ്ക്രിപ്ഷനകത്തൂടെ തുണിയൂരി നാട്ടുകാരെ കാണിച്ച് അതിൽ നിന്നും കിട്ടുന്ന പണത്തിൽ കുട്ടികളെ പോറ്റുന്നു. 1. 2, ആൽബം എന്ന വ്യാജേന കുറേ കുണ്ടാമണ്ടി ടീമുകളെല്ലാം കൂടെ ചേർന്ന് ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഏതെങ്കിലും 1-2 അവന്മാരുണ്ടായിരിക്കും. അവന്മാർ മൊത്തം അവരുടെ ഒരു ആൽബം 15 സീനാണെങ്കിൽ അതിൽ 9 സീനിലും രേണുവിൻ്റെ കെട്ടിപ്പിടുത്തം. രേണു പൈസ ഉണ്ടാക്കുന്നു. വേറെ എങ്ങനെ രേണു പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഇതൊക്കെയാണ് പ്രധാനം. പിന്നെ ദുബായിൽ പോയി റസൽ ഖൈമയിൽ പോയി വന്ന അലിഗേഷനും സ്വർണ്ണക്കടത്തും ഞാൻ പറയണ്ടല്ലോ. അല്ല, അങ്ങനെ പൈസ ഉണ്ടാക്കി പിള്ളേരെ നോക്കണം. എന്നിട്ട് പിള്ളേർ ഇപ്പോൾ എവിടെ? പിള്ളേർ നമ്മുടെ വീട്ടില്ല. പിള്ളേരെ അടിച്ച് പിരിഞ്ഞു. മുജ മാലു എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് പിള്ളേർ 2 വഴിക്ക് പോയി. ഇളയ കൊച്ചിനാണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അവൻ അമ്മയോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. മൂത്തമോൻ അമ്മയുടെ അകല പരിപാടി പറഞ്ഞിട്ട് കണ്ടം വഴി തുടങ്ങി. ഈ പരിപാടിയായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കൂടി. പക്ഷേ പിള്ളേരെ നോക്കാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്ന വിധവ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്യുന്നു. കലാരംഗത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ കാണിക്കുന്ന ഇപ്പോൾ കലയുടെ നല്ല കല പറയാൻ പറ്റില്ല. അപ്പൊ ഞാനാണെങ്കിലും കേട്ടോ, പിന്നെ അങ്ങനെയൊക്കെ കുറ്റം പറയാൻ എനിക്കും പറ്റും. എന്നാൽ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റും. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറുക, രേണു ചോദിക്കുന്ന പൈസ പുളിങ്കുരു പോലെ അങ്ങോട്ട് എണ്ണി കൊടുക്കുക. പറ്റും. പറ്റായൊന്നുമില്ല, കൊടുക്കാൻ പറ്റും. ഡൊണേറ്റ് ചെയ്യും. പാവങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന വിചാരിച്ചാൽ മതി. 2 പിള്ളേരെ നോക്കുന്ന കഷ്ടപ്പെട്ട അമ്മ, അല്ല പാവപ്പെട്ട അമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. പറ്റൂല. 10 രൂപ ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ച് കാണിയിരിക്കും, കൊടുക്കൂല. അപ്പൊ അവരെ കുട്ടികളെ പോറ്റാൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അവർ അഭിനയിച്ചിട്ടോ റീൽസ് ചെയ്തിട്ടോ അഭിനയിച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ അവർ വളർത്തട്ടോ. അത്രേ നമുക്കറിയത്തുള്ളൂ. അഭിനയിച്ചിട്ടോ റീൽസ് ചെയ്തിട്ടോ അത്രേ അറിയത്തുള്ളൂ. ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ കളികളുണ്ട് കേട്ടോ. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ, രേണുവിൻ്റെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഡോളേഴ്സ് അല്ലല്ലോ, കുവൈറ്റ് ദിനാറുമായിട്ടുള്ള ബന്ധങ്ങൾ. കുവൈറ്റ് ദിനാറിലല്ലോ, ദുബായിലെ രൂപ ഏതാ, അതുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെ ഒത്തിരി കഥകളിൻ്റെ പുറകിലുണ്ട്. ചേച്ചി ഇതൊക്കെ അറിയണം കേട്ടോ. അതിന് അവന്റെ ആത്മാവ് കൂടെ ഉണ്ടാവട്ടെ. കാരണം സുധിയുടെ ആത്മാവ് ഇമ്മാതിരി കാര്യങ്ങൾക്ക് കൂടെ ഉണ്ടാവട്ടെന്ന്. പുള്ളിക്കാരൻ്റെ ആത്മാവെങ്ങാനും ലോകത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ആത്മാവിന് നേരിട്ട് വന്ന് 4 പറയാൻ പറ്റുമെങ്കിൽ വന്നിപ്പോൾ രേണുവിൻ്റെ തങ്കച്ചൻ്റെ അച്ഛൻ വരെ വിളിച്ചേനെ. എന്നിട്ട് രേണുവിൻ്റെ കാരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ. മര്യാദയ്ക്ക് ആളുണ്ടായിരുന്നപ്പോൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ എക്സ്പോസ് ആയി നിൽക്കുന്നൊരു തരത്തിലേക്ക് പോകുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് അവരെ സമൂഹ മാധ്യമം കാണുന്നത്. അവരൊരു കുൽസിത സ്ത്രീ എന്നുള്ള ബ്രാൻഡ് എടുത്തു. ഇനി അത് മാറ്റാൻ എന്തൊരു പാടാണെന്നറിയാമോ? കഷ്ടപ്പെട്ട് മാറ്റട്ടെ. ഏതായാലും രേണുവിൻ്റെ അതിഭീകരമായിട്ടുള്ള മാസ്മരികമായിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രേണു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ സഭ്യമായ രീതിയിൽ ആരെയും പ്രൊവോക്ക് ചെയ്യാതെ ഉത്തരങ്ങൾ പറയാൻ പഠിച്ചു. മൊത്തത്തിൽ പറഞ്ഞ രേണു ഒതുങ്ങി. മനസ്സിലായല്ലോ? എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ബൈ.